മക്കളെ ഓടി വാ. എന്തമ്മ? എന്തോന്നമ്മ? ഗ്യാസ് കേറി. ആ സ്പ്രൈറ്റ് വാങ്ങിച്ച് കുടിക്കാൻ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? മക്കളെ സ്പ്രൈറ്റ് കുടിച്ചാൽ ഗ്യാസ് കയറോ? ഇറങ്ങി പോയാണ്. കേറും. നിങ്ങൾക്കിത് പാരമ്പര്യമാണ്. എപ്പോഴും ഞാൻ സാധനം വാങ്ങിച്ചോണ്ട് വരുമ്പോൾ എപ്പോഴും ഗ്യാസ് കുത്തി കയറും. എന്തോന്നു സാധനം വാങ്ങിച്ചോണ്ടോ ആദ്യം? അമ്മ ഈ ഷോളൊന്നും അങ്ങനെ ഇടാറില്ലായിരുന്നല്ലോ. ഷോപ്പ് മക്കളെ പോയി സാധനം വാങ്ങിച്ചോണ്ടോടാ. പോയില്ലെങ്കിലേ? പോയി സാധനം വാങ്ങിച്ചോണ്ടോടാ. ദാ പോണ് കിടന്ന് കീറണമെങ്കിൽ. മക്കളെ 40 രൂപ മതി. അതിന് ഗ്യാസ് മുട്ടായി 20 രൂപേൻ്റെ ഇല്ലല്ലോ. 5 രൂപേൻ്റെ 10 രൂപേൻ്റെ ഞാൻ സ്പ്രൈറ്റ് ആണ് വാങ്ങിക്കാൻ പറഞ്ഞേ. അമ്മ അത് കുടിച്ചോണ്ടല്ലേ ഗ്യാസ് കയറിയ? പോയി വാങ്ങിച്ചോണ്ടോടാ. അമ്മ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ നിന്റെ പോവാനാണ് പറഞ്ഞത്. നീ പോയി പെണ്ണ് വാങ്ങിച്ചോണ്ടോടാ. അമ്മ പോവല്ലേ, കിടന്ന് കൂവണെന്തിന്? ഇപ്പൊ ആൾക്കാരെ കൊണ്ട് വെളിയിലേ. ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഈ പാതിരാത്രി 12 മണിക്ക് ഓടിച്ചോണ്ട് പോണ എനിക്ക് പേടിയാണ്. അതും ഈ മരത്ത് എന്തിനു പോണ? ഇതെന്തോ വെളി ശബ്ദം. എല്ലാം മണ്ടേനാണല്ലോ കേൾക്കണ. ഇതെന്തോ? മാമ ഒരു 7up. അയ്യോ തട്ടി സ്പ്രൈറ്റ്. ഇവിടെ 7up ഉള്ളൂ. കുഴപ്പമില്ല എടുത്തോ. ആ ഓക്കെ. ഇത്രയും ദൂരെയൊക്കെയാണ് കട വയ്ക്കണം. അമ്മ അതേ കുറച്ച് കുടിച്ചിരിക്കുക. ഇതാരി നിൽക്കണ? മോളെ പേരെന്തരാ? അല്ല മോളെ ഒറിജിനൽ പേരെന്തരാ? പിടയ്ക്കണെന്തിന്? ഗ്യാസ് ഒന്നും കയറിയ? സുമതി ചേച്ചി. ഈ സൈഡിലുള്ള സുമതി വളം അറിയാമോ? ഇന്നാ ഞാൻ പോണേ. ബൈ. ഈ കൊച്ചിന് ഭ്രാന്തായി. ഈ 3 നില വീട് ആരുണ്ടാക്കിയത്? ഞാൻ എത്ര കഷ്ടപ്പെട്ട. അയ്യോ ഞാൻ കയറണ വഴി കുടിച്ചല്ലോ. അത് കുഴപ്പമില്ല. പിന്നെ ഇതെന്തോന്നൊരു പേപ്പർ. ഇതാരെഴുതി? എന്നാലും ഇരുന്നങ്ങ് വായിക്കാം. നിന്റെ അമ്മയെ ഞാൻ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നിന്റെ ഉമ്മാമനെ നീ വിളിക്കണം. എന്നാലേ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. ഇടയ്ക്ക് വെച്ച് ഒരാൾ വരും. അപ്പോൾ ബൈ.